ആദ്യം ഈ തീരുമാനത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞത് എന്നെ വിവാഹത്തിലേക്കൊന്നും വലിച്ചെടുത്തിരുന്ന എന്തുകൊണ്ടങ്ങനെ? അല്ല വേണ്ട, ഞാൻ ഇതുവരെ എന്നെ ഒരുപാട് വിവാദങ്ങളിൽ മാധ്യമങ്ങൾ വലിച്ചഴിച്ചിട്ടുണ്ട്, വ്യക്തികൾ വലിച്ചഴിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സത്യമായിരുന്നില്ലല്ലോ. സത്യമാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുമോ? 23ാമത്തെ വർഷം വീണ്ടും 5ാം തവണ ഒരു നിയോജകമണ്ഡലത്തിൽ നിന്ന് ഞാൻ ജനങ്ങളുടെ വിശ്വാസം നേടി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെക്കുറിച്ച് പറഞ്ഞതൊന്നും അസത്യമല്ല, അസത്യങ്ങളായിരുന്നു. ഇനി അത് പറയാതിരിക്കുക എന്നുള്ളതാണ്. നീ കുറച്ച് വയസ്സായില്ലേ, പയ്യനൊന്നും അല്ലല്ലോ. ഞാനൊരു പാർട്ടിയുടെ ചെയർമാനൊക്കെയാണ്. എനിക്ക് അതിൻ്റെതായ ഒരു ഇതിൽ എന്നെ വിടുക. കാരണം വെച്ചാൽ അതുകൊണ്ട് ഞാൻ പറയില്ലേ, ഈ കരിങ്കുരങ്ങൻ്റെ ഒരു പരസ്യം വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്, എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറയും. അതുകൊണ്ട് സമാധാനമായിട്ട് ജീവിക്കാൻ വിട്ടാൽ മതി എന്നേ പറഞ്ഞു. കരിങ്കുരങ്ങൻ്റെ ഒരു ബോർഡുണ്ടായിരുന്നു പണ്ട്, അതിങ്ങനെ വനംവകുപ്പിൻ്റെ ഒരു പോസ്റ്റ്, അതിൽ പറയുന്നുണ്ട് എന്നിൽ ഔഷധ മൂല്യമില്ല എന്ന് പറഞ്ഞാൽ എന്നെ കൊന്ന് കരിങ്കുരങ്ങൻ്റെ സായം ഉണ്ടാക്കരുത് എന്നാണ് എൻ്റെ അർത്ഥം. LDF കൺവീനർ പറഞ്ഞത് മറ്റു വകുപ്പുകൾ, മന്ത്രിമാർക്ക് വകുപ്പുകളൊന്നും മാറ്റമില്ല, അപ്പോൾ ഗതാഗത വകുപ്പ് തന്നെ ആയിരിക്കാം ഊഹിക്കാം. മുഖ്യമന്ത്രിയാണ് ഒരു മുൾക്കിരീടം തലയിൽ വെച്ച് തന്നിരിക്കുകയാണോ? കാരണം കഴിഞ്ഞ മന്ത്രി പറഞ്ഞത് ഒരു വേദിയിലൊക്കെ പരസ്യമായി തന്നെ പറഞ്ഞ കാര്യം ഈ വകുപ്പ് ആരെങ്കിലും ഒന്ന് ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അത്തരമൊരു മുൾക്കിരീടമൊന്നുമില്ല ജീവിതത്തിൽ. ഞാൻ മനസ്സിലായി, ഞാൻ എപ്പോഴും കുട്ടികളോട് പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, ചലഞ്ചുകൾ ഏറ്റെടുക്കാൻ കഴിയണം. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതാണ്, ചലഞ്ചുകൾ ഏറ്റെടുക്കും. ഞാനൊരു ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഏത് ചലഞ്ചിനെ നമ്മൾ ഏറ്റെടുക്കണം, വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ള പിന്നെയാണ്. അപ്പോൾ നമ്മൾ ശക്തമായി ഒരു സത്യത്തിന് വേണ്ടി ഒരു പോരാട്ടം, നീതിയോടെ നേരോടെ നമ്മൾ നിന്ന് പ്രവർത്തിച്ചാൽ അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ നമ്മൾ ജീവിതം പലപ്പോഴും എന്താ, ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്, ഇനി രക്ഷയില്ല, ആത്മഹത്യ ചെയ്യാമെന്ന് തീരുക. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 10 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ലേ? എൻ്റെ സ്വകാര്യ ജീവിതം, എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തുറന്ന പുസ്തകമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുന്നിൽ. എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഒരു 10 തവണയെങ്കിലും ആത്മഹത്യ ചെയ്യണ്ടേ? അപ്പോൾ അതുകൊണ്ട് ഇതൊരു ചലഞ്ചാണ്. ആ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കും. ആ ചലഞ്ച് ഏറ്റെടുത്ത് പറ്റുന്നത് ചെയ്യും എന്നുള്ളൂ. അല്ലെങ്കിൽ ഇത് വിജയിപ്പിക്കാൻ, ലാഭത്തിലാക്കാമെന്നൊന്നും മണ്ടത്തരം പറയത്തില്ല. അങ്ങനെയൊന്നും പറ്റത്തില്ല. കേരള നിയമസഭയിൽ പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട് 6 മാസത്തിനുള്ളിൽ ഇത് ഞാൻ ലാഭത്തിലാക്കുമെന്ന്. അപ്പം ഞാൻ അവിടെ നിന്ന് ചിരിക്കുകയായിരുന്നു. അതൊന്നും നടക്കില്ല, ലാഭത്തിലാക്കലും നടക്കത്തില്ല. ഒന്ന് റെഗുലറൈസ് ചെയ്ത് പോകാൻ കഴിഞ്ഞാൽ ഭാഗ്യം എന്നുള്ളതേ ഉള്ളൂ.